ആപ്പിൾ കമ്പനിയുടെ ഉപകരണങ്ങളായ മാക് കമ്പ്യൂട്ടറുകൾ, ഐപാഡ്, ഐഫോൺ തുടങ്ങിയവയ്ക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവ സ്വീകരിക്കാൻ സാധിക്കുന്ന ഉപകരണങ്ങൾ ഉള്ളവർക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. മാക് OS 26.2, ഐപാഡ് OS 26.2, iOS 26.2 എന്നിങ്ങനെയാണ് പുതിയ അപ്ഡേറ്റിൻ്റെ പേരുകൾ. ഐഫോണുകളുടെ കാര്യത്തിൽ XR, XS സീരീസിന് അപ്ഡേറ്റ് ലഭിക്കുന്നില്ലെന്നും പറയുന്നുമുണ്ട്. ഐഫോൺ 11 സീരീസോ അതിലും പുതിയതായ ഹാൻഡ്സെറ്റുകൾ ഉള്ളവർക്ക് പുതിയ അപ്ഡേറ്റ് സ്വീകരിക്കുകയും ചെയ്യാം. അതായത് A13 ബയോണിക് സീരീസോ അതിലും പുതിയതോ ആയ പ്രോസസ്സറുകൾക്ക് മാത്രമായിരിക്കും iOS 26.2 അപ്ഡേറ്റ് ലഭിക്കുക. ഏറ്റവും പുതിയ സീരീസായ ഐഫോൺ 17 സീരീസ് വരെയുള്ള എല്ലാ മോഡലുകളിലും പുതിയ OS ഉപയോഗിച്ച് പുതുക്കുകയും ചെയ്യാം. ഫോണിൽ സെറ്റിംഗ്സ്, അതിനുശേഷം ജനറൽ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന പാതയിലെത്തി iOS 26.2 തിരഞ്ഞെടുത്ത് ഈ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. മാക്, ഐപാഡ് ഉപകരണങ്ങൾക്കും ഇതേ പാതയിൽ തന്നെ അപ്ഡേറ്റ് ലഭിക്കുകയും ചെയ്യും. നൂതന ലുക്ക് നൽകുമെന്ന് പറഞ്ഞ് iOS 26-ൽ അവതരിപ്പിച്ച ലിക്വിഡ് ഗ്ലാസ് ഡിസൈനിന് ആപ്പിൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചിട്ടില്ലായിരുന്നു. അതോടെ അതിൻ്റെ ട്രാൻസ്പെറൻസി ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്ന ഒരു ടൂൾ കമ്പനിയും പുറത്തിറക്കിയിരുന്നു. iOS 26.2-ൽ ലിക്വിഡ് ഗ്ലാസ് ഡിസൈൻ വീണ്ടും ക്രമീകരിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ. അത് എങ്ങനെ കാണപ്പെടണം എന്നൊക്കെ ഇനി ഐഫോൺ ഉടമകൾക്ക് തന്നെ തീരുമാനിച്ച് ക്രമീകരിക്കാം. ലിക്വിഡ് ഗ്ലാസ് ഡിസൈനിൻ്റെ ട്രാൻസ്പെറൻസി എത്ര വേണമെന്ന് തീരുമാനിച്ച് ക്രമീകരിക്കാൻ ഒരു സ്ലൈഡറാണ് നൽകിയിരിക്കുന്നത്. ആപ്പിൾ മ്യൂസിക് ഉപയോക്താക്കൾക്ക് ഡൗൺലോഡ് ചെയ്ത് പാട്ടുകളിൽ ലിറിക്കിനി ഇൻ്റർനെറ്റ് ഇല്ലാതെ കാണാനാവുകയും ചെയ്യാം. ആപ്പിൾ മ്യൂസിക്കിൽ പാട്ട് കേൾക്കുന്നവർക്ക് അവയുടെ വരികൾ ലഭ്യമല്ലായിരുന്നു. അതിനാണിപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അതിന് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേണ്ടിയിരുന്നു. ഇനി പാട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും ലിറിക്സ് ലഭിക്കുകയും ചെയ്യും. പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നവർക്ക് 3 പുതിയ ഫീച്ചറുകളുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോഡ്കാസ്റ്റ് ആപ്പ് പുതുക്കുകയും ചെയ്തു. iOS 26.2-ൽ റിമൈൻഡേഴ്സ് ആപ്പിൽ അലാം സെറ്റ് ചെയ്യുന്ന രീതിയും പരിഷ്കരിച്ചിട്ടുണ്ട്. ഏകദേശം 100 കോടി ഐഫോൺ ഉപയോക്താക്കൾ നേരിട്ട് വന്ന 2 വെബ് കിറ്റ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും iOS 26.2-ൽ ഉൾക്കൊള്ളിച്ചിരിപ്പുണ്ട്.